وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. حافظ المنذري رحمه الله يرى ترغيب والترهيب كتاب الأرض حديث. وعن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم أنه قال في حجة الوداع: نظر الله امرأ سمع مقالتي فوعاها فرب حامل فقه ليس بفقيه، ثلاث لا يغل عليهن قلب امرئ مؤمن: إخلاص العمل لله، والمناصحة لأئمة المسلمين، ولزوم جماعتهم، فإن دعاءهم يحيط من وراءهم. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞു: നദ്ദറല്ലാഹു ഇംറഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ മുഖം പ്രകാശിപ്പിക്കട്ടെ, അല്ലെങ്കിൽ അവന്റെ സ്ഥാനം ഉയർത്തട്ടെ, ഏറ്റവും നല്ലതാക്കട്ടെ. സമിഅ മഖാലതി, അവൻ എന്റെ ഒരു വാക്കിനെ കേൾക്കുന്നു, അഥവാ ഒരു ഹദീസിനെ കേൾക്കുന്നു. ഫവഅഹ, അവനത് അതിന്റെ ആശയം യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും അങ്ങനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാകും. ഫറുബ്ബ ഹാമിൽ ഫിഖ്ഹിൻ ലൈസ ബിഫഖീഹിൻ, ധാരാളം ഫിഖ്ഹ് ഉള്ള അറിവുള്ള ആളുകൾ ഉണ്ടാകും, പക്ഷെ അവർ യഥാർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കിയ ആളുകളായിരിക്കണമെന്നില്ല. ഇത് ഹദീസിന്റെ ഒരു ഭാഗമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസുകൾ അത് പഠിക്കുന്നതും അത് മനസ്സിലാക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, വളരെ ഫദ്ലുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഹദീസ് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സ്ഥാനം, അവരുടെ മുഖം പ്രകാശിക്കട്ടെ പറയുമ്പോൾ അവർക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കുകയാണ്, അവര് അനുഗ്രഹം ലഭിക്കട്ടെ എന്നുള്ള ആശയത്തിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്: ഫറുബ്ബ ഹാമിൽ ഫിഖ്ഹിൻ, ഫിഖ്ഹുള്ള അറിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും, ലൈസ ബിഫഖീഹിൻ, പക്ഷെ അത് യഥാർത്ഥത്തിൽ അവർക്ക് അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചോളണമെന്നില്ല. മറ്റു ചില ഹദീസുകളിൽ വന്നപോലെ ഇൽമുള്ള ആളുകൾ തന്നെ രണ്ട് രീതിയിലുണ്ടാകും. ഒന്ന്, അവരുടെ അറിവ് ഒരു വെള്ളം ഒരു പാറക്കൂട്ടത്തിൽ കെട്ടി നിർത്തിയതുപോലെ മറ്റുള്ള ആളുകൾക്ക് അതിൽ നിന്ന് കോരിയെടുത്ത് അവരുടെ കൃഷിക്കും മറ്റും ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ ആ പാറക്കെട്ടിന് അതുകൊണ്ടൊന്നും ഉപകരിക്കില്ല. എന്നാൽ വേറെ ചില ആളുകൾ അത് നല്ല മണ്ണ് പോലെയാണ്, അത് ആ വെള്ളം വലിച്ചെടുത്ത് അതിൽ നിന്ന് ആളുകൾക്ക് ഉപകാരം ഉണ്ടാക്കുന്ന ചെടിയും മറ്റുള്ള കായ്ക്കനികളും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന മണ്ണ്. അപ്പൊ അതുപോലെ എല്ലാവരും അറിവ് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ എല്ലാവർക്കും അത് യഥാർത്ഥത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നോ ഉൾക്കൊള്ളാൻ സാധിച്ചോളണമെന്നില്ല. അങ്ങനെ എല്ലാവരും ഫിഖ് ഉണ്ട് എന്നതുകൊണ്ട് എല്ലാവരും ഫഖീഹ് ആയിക്കൊള്ളുന്നില്ല. നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടുള്ളത് കിതാബുൽ ഇഖ്ലാസ് ആണ്. അത് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ഹദീസിന്റെ. സലാസുൻ ലാ യുഗല്ലു അലൈഹിന്ന ഖൽബു ഇംറിഇൻ മുഅ്മിനിൻ, മൂന്ന് കാര്യങ്ങൾ. ആ മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ, ഒരു മുഅ്മിനുണ്ടെങ്കിൽ, അവൻ ലാ യുഗല്ലു എന്നുള്ളത് ലാ യുഗല്ലു, ലാ യഗല്ലു, ലാ യഗല്ലു, അങ്ങനെ 4 രീതിയിലും വായിക്കാവുന്നതാണ്. അതിന്റെ ഉദ്ദേശം അവൻ ചതിക്കപ്പെടുന്നവനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചതിയോ പകയോ വെച്ച് പുലർത്തുന്നവനോ ആവുകയില്ല. ഈ 3 വിശേഷണങ്ങളുള്ളവൻ. എന്തൊക്കെയാണ് 3 ഒന്നാമത്തേത് ഇഖ്ലാസുൽ അമലിലില്ല, അവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടി ചെയ്യുന്നവനാണെങ്കിൽ അവൻ ചതിക്കപ്പെടുന്നവനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിക്കുന്നവനോ പകവെച്ചു ജീവിക്കുന്നവനോ ആകില്ല. രണ്ടാമത്തേത് വൽ മുനാസഹത്തു ലിഅഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമിയങ്ങളോട്, ഭരണാധികാരികളോട്, നേതാക്കന്മാരോട് നസീഹത്ത് വെച്ച് പുലർത്തുന്നവനായിരിക്കും. മൂന്നാമത്തേത് വലുസൂമു ജമാഅത്തിഹിം, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനോട് ചേർന്ന് നിൽക്കുന്നവനായിരിക്കും. ഈ 3 വിശേഷണങ്ങൾ ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവൻ ചതിക്കപ്പെടുന്നവനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചതിയോ വഞ്ചനയോ പകയോ ഒന്നും വെച്ചു പുലർത്തുകയോ അത് ചെയ്യുന്നവനോ ആവുകയില്ല. അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടത്, ഇഖ്ലാസുൽ അമലില്ല,
അള്ളാഹുവിനോട് ഇഖ്ലാസോടുകൂടി കർമ്മം ചെയ്യണം. ഇഖ്ലാസിന്റെ അനന്തരഫലങ്ങളും ഗുണങ്ങളും വളരെ വലുതാണ്. നമ്മുടെ ഏതൊരു കർമ്മത്തിലും എത്രത്തോളമാണോ അതിനെ ഏറ്റവും നല്ല പരിശുദ്ധമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതിന്റെ പ്രതിഫലം ഇരട്ടിയാകും. അതുപോലെ തന്നെ അതുകൊണ്ടുള്ള മറ്റു നേട്ടങ്ങളും ധാരാളമുണ്ട്. രണ്ടാമത്തേത് പറഞ്ഞു, വൽ മുനാസഹതു ലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമിങ്ങളോട് നസീഹത്ത് ഉണ്ടായിരിക്കണം. വളരെ അറിയപ്പെട്ട മറ്റൊരു ഹദീസാണ് അദ്ദീനു അൻ നസീഹ എന്നുള്ളത്. നമുക്കറിയാം അതിൽ പെട്ട കാര്യമാണ്, ദീനിൽ പെട്ട കാര്യമാണ് അഇമ്മത്തുകളോട് ഇമാമിങ്ങളോട് നസീഹത്ത് ഉണ്ടാവുക എന്നുള്ളത്, ഗുണകാംക്ഷ ഉണ്ടാവുക, അവർക്ക് വേണ്ടി നല്ലതിനു വേണ്ടി ദുആ ചെയ്യുക, അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അവരോട് കേൾവിയും അനുസരണവും ഉണ്ടാവുക, അള്ളാഹുവിനെ എതിർക്കാത്ത വിഷയങ്ങളിലെല്ലാം അതുപോലെയുള്ള കാര്യങ്ങൾ. മൂന്നാമത് പറഞ്ഞു വലുസൂമു ജമാഅത്തിഹിം, മുസ്ലിമീങ്ങളുടെ ജമാഅത്ത് അതിനോട് യോജിച്ച് നിൽക്കുക. അഥവാ ഒരു ഭരണാധികാരിയുടെ കീഴിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കാതെ അതിനോടൊപ്പം നിൽക്കുക എന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ദുആഅഹും യുഹീതു മൻ വറാഅഹും, അവരുടെ ദുആ, ഇങ്ങനെയുള്ള ആളുകളുടെ ദുആ അവർക്ക് ശേഷം വരുന്ന ആളുകൾക്ക് പോലും ഒരു സംരക്ഷണമാകുന്ന ഉപകരിക്കുന്ന കാര്യമായിട്ട് ഉണ്ടാകുന്നതാണ് എന്ന ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ഹദീസിൽ നിന്ന് ഹദീസ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം, അത് മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ അറിവ് എന്നുള്ളത് കേവലം ബാഹ്യമായിട്ടുള്ളത് മാത്രമല്ല, നമ്മൾ ഉള്ളിൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ 3 ഗുണങ്ങളുള്ളവർക്ക് പ്രത്യേകമായി വഞ്ചിക്കപ്പെടുകയോ അല്ലെങ്കിൽ ചതിയോ പകയോ വെച്ചു പുലർത്തുന്ന ആളുകളാവുകയില്ല. അതിൽ ഇഖ്ലാസുൽ അമലില്ല, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അയിമത്തുകളോട് നസീഹത്ത് ഉണ്ടായിരിക്കണം, അതുപോലെ മുസ്ലിങ്ങളുടെ ജമാഅത്തിനെ യോജിച്ച് നിൽക്കണം. അടുത്ത ഹദീസ്, വഅൻ മുസ്അബ് ബിൻ സഅദ് അൻ അബീഹി റളിയല്ലാഹു അൻഹു أنه ظن أن له فضلا على من دونه من أصحاب رسول الله صلى الله عليه وسلم. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ മുസ്അബ് ബിൻ സഅദ്, അദ്ദേഹം ഉപ്പയിൽ നിന്ന് അഥവാ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് പറയാം, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിലെല്ലാം വളരെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന, ആദ്യമായി ഇസ്ലാമിന്റെ പേരിൽ അമ്പെയ്ത സ്വഹാബിയാണ്. വളരെ യുദ്ധത്തിൽ വളരെയധികം പോരാടിയിരുന്ന വ്യക്തിയാണ്. അപ്പോ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാൻ, അന്നഹു വന്ന അന്ന, മകൻ പറയാണ്, അന്നഹു വന്ന അന്ന ലഹു ഫദ്ലൻ അലാ മൻ ദൂനഹു, അദ്ദേഹത്തിന് ഒരു വിചാരമുണ്ടായി, ഒരു ചിന്തയുണ്ടായിരുന്നു, യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്ത് വീതിക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ കുറച്ച് എനിക്ക് അധികം ലഭിക്കും, എനിക്കൊരു ഫദ്ലുണ്ട് എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ വിഷയത്തിൽ തന്നെ 6 or 7 ആയത്തുകൾ ഇറങ്ങിയതായിട്ടും അദ്ദേഹം പറഞ്ഞതായിട്ട് കാണാം. അപ്പൊ അദ്ദേഹം അങ്ങനെ കരുതിയിരുന്നു. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി, ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മത ബിളഈഫിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ സഹായിക്കുക അവരിലെ ദുർബലരെ കൊണ്ടാണ്. അഥവാ യുദ്ധത്തിന് ശക്തിയോടുകൂടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പോരാടുന്നവരെ കൊണ്ട് മാത്രമല്ല, അവരിലെ ദുർബലരെ കൊണ്ടുമാണ്. എന്നിട്ട് പറഞ്ഞു, ബിദഅവതിഹിം, അവരുടെ ദുആ കൊണ്ട്, വസലാത്തിഹിം, അവരുടെ നിസ്കാരം കൊണ്ട്, വഇഖ്ലാസിഹിം, അവരുടെ ഇഖ്ലാസ് കൊണ്ട്. അഥവാ യുദ്ധത്തിലെല്ലാം പങ്കെടുക്കുമ്പോൾ വളരെയധികം ശക്തിയുള്ള ധാരാളം പോരാടുന്ന ആളുകൾ ഉണ്ടാകും, യുദ്ധത്തിന് പോകാൻ സമ്പത്തും സൗകര്യങ്ങളും ഉള്ള ആളുകൾ ഉണ്ടാവും. എന്നാൽ അതിനൊന്നും വലിയ യുദ്ധത്തിന് പങ്കെടുക്കാൻ ശക്തിയില്ലാത്ത, സമ്പത്തോ ഇല്ലാത്ത ആളുകളും ഉണ്ടാകും. അപ്പൊ ഇദ്ദേഹം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അശ്റത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട സ്വഹാബിയാണ്, സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബിയാണ്. അപ്പോ ആ സ്വഹാബി വിചാരിച്ചു പോയി, ഞാൻ ഇത്രയധികം പരിശ്രമിച്ചുകൊണ്ട് ഗനീമത്തിൽ കൂടുതലായിട്ട് ഒരു ഫദ്ൽ ഉണ്ടാകും എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഉമ്മത്തിനെ അള്ളാഹു സഹായിക്കുന്നത് അവരുടെ ദുർബലരെ കൊണ്ടാണ്, ദുർബലരെ കൊണ്ടാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിദഅവതിഹിം, അവരുടെ ദുആ. അവരുടെ ദുആ കേവലം ശക്തിയും സൈന്യവും ആയുധങ്ങളും മാത്രം ഉള്ളത് കൊണ്ടല്ല മുസ്ലിം ഉമ്മത്ത് വിജയിക്കുന്നത്, അതിലെ സാധാരണക്കാരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആളുകളുടെ ദുആ കൊണ്ട്. അതുപോലെ വസ്വലാത്തിഹിം, അവരുടെ നിസ്കാരം, അവരുടെ ഇബാദത്തുകൾ കൊണ്ട്, വഇഖ്ലാസിഹിം, അവരുടെ ഇഖ്ലാസ് കൊണ്ട്, അവരുടെ ഇഖ്ലാസ് കൊണ്ട്, ഇഖ്ലാസോടുകൂടി അവർ ചെയ്യുന്ന ആ കർമ്മങ്ങളെ കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ മൊത്തം സഹായിക്കപ്പെടും. ചിലപ്പോൾ യുദ്ധത്തിന് പോകാൻ വല്ല ഉദുറുണ്ടായിരിക്കും, സാധിച്ചോളണമെന്നില്ല, ദുർബല യാത്രാ മൃഗങ്ങളോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവരുടെ ദുആവും എല്ലാം
മുസ്ലിം ഉമ്മത്തിന് തന്നെ സഹായകമാകും. പല ആളുകളും ധരിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ് ആയുധബലവും അതുപോലെ തന്നെ ആൾബലവുമാണ് മുസ്ലിമുകൾക്ക് വിജയം നൽകുന്ന അടിസ്ഥാന കാരണമെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളും അതിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കൾ അള്ളാഹുവിന്റെ സഹായം മുസ്ലിമീങ്ങൾക്ക് ലഭിക്കാൻ അവരെ ഉറപ്പിച്ചു നിർത്താൻ 6 കാരണങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എണ്ണി പറഞ്ഞത് കാണാം. ഒന്നാമത്തേത് പറഞ്ഞു ഇബാദത്തുൻ ഖാശിഅത്തുൻ ഖാലിസത്തുൻ, നിഷ്കളങ്കമായിട്ടുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഇബാദത്തുകൾ. രണ്ടാമത്തേത് ഖുവ്വത്തു ദിഫാ, പ്രതിരോധിക്കാനുള്ള ശേഷി അഥവാ ആയുധബലവും അങ്ങനെയുള്ള കാര്യങ്ങൾ. മൂന്നാമത്തേത് അൽ അമീർ യുസ്മഉ യുതാ, അനുസരിക്കപ്പെടുന്ന കേൾവിയും അനുസരണമുള്ള ഒരു ഭരണാധികാരി. നാലാമത്തേത് ഇൽമുൻ നാഫി, ഉപകാരമുള്ള അറിവ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാവണം, എന്നാലാണ് ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ പറ്റും. അഞ്ചാമത്തേത് അംറുൻ ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒരു സമൂഹത്തിൽ ഉണ്ടാവണം. ആറാമത്തേത് അൽ ജമാഅ, ഫർഖത്തുകളില്ലാതെ ചിന്ന ഭിന്നമാകാതെ ജമാഅത്തായി മുസ്ലിമീങ്ങൾ നിൽക്കണം. ഈ കാര്യങ്ങളുണ്ടോ അള്ളാഹു എന്നുള്ള സഹായം മുസ്ലിം ഉമ്മത്തിന് ലഭിക്കും. അപ്പൊ കേവലം ശക്തിയും സംഘബലവും മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് സഹായമായിട്ട് ഉണ്ടാവുക എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. സാധുക്കളായിട്ടുള്ള ആളുകളുടെ ദുആവും ഇഖ്ലാസും എല്ലാം ഉപകരിക്കുന്ന ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദിവസം നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.